നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയാണ്. രാവിലെ ഒന്ന് മോട്ടർ ഓഫ് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെറിയൊരു കുമര് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് അത് വെച്ചിരുന്നൊരു കറി ഉണ്ടാക്കിയാലോ. ചെറുതാണെങ്കിലും കളയാൻ പാടില്ലല്ലോ, അതെല്ലാം നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. നമുക്ക് വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളെ ചെറിയ കുമ്മലെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയതല്ല, എന്നാലും കുറച്ച് വലുത്. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ചക്കക്കുരു കൊണ്ട് ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാം. നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവാൻ വെക്കാം കുക്കറിൽ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ കുമ്മലിൻ്റെ തൊലി കളഞ്ഞിട്ട് ആ ഉള്ളിലത്തെ ഇത് മാത്രം എടുത്താൽ മതി. നമുക്കിൻ്റെ പുറത്തില്ല തൊലി വേണ്ട, ഇങ്ങനെ പൊളിച്ചെടുത്താൽ കിട്ടും അത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി നിന്ന് മാറ്റിക്കളയാം. കണ്ടില്ലേ, തൊലി വേണ്ട. നമുക്ക് തൊലി മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലില്ല ആ തൊലിയും കൂടി ഒന്ന് എടുത്തെടുക്കാം. അതിന് നമുക്കിതിനെ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമുക്കിതിനെ ഇത് മുറിച്ചിട്ട് വെള്ളത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചക്കക്കുരു അരച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി, കറിവേപ്പില, കുമൽ, സവാള, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി വഴണ്ട് വരട്ടെ. ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നിരുന്നാലും ഇതൊന്ന് കുറച്ച് വഴണ്ട് വരണം. ഇത് നമുക്ക് അരച്ചെടുക്കാനിൻ്റെതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇനിയും കുറച്ച് വഴറ്റി എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർക്കാം നമുക്ക് ഇതിലേക്ക്. ഒന്ന് ഈന്തി ഒരു പച്ചച്ചവ മാറും വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്കിതിനെ. നമുക്കിതിനെ അരക്കാൻ മാറ്റി വെച്ച് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ ചക്കക്കുരു ഒന്നും ഉടച്ച് വെച്ചിട്ടുണ്ടല്ലോ, നല്ലോണം മുതിയെ അരച്ചിട്ടാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ചക്കക്കുരു ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കാണാം. എന്നിരുന്നാലും കുറച്ച് അരയും വേണം. അതിനെ നമുക്കൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിനെ കട്ടയിൽ ഉടച്ചെടുക്കണം. ഒന്ന് ഇതിനെ കട്ട ഉടഞ്ഞ് നല്ല നൈസിലാക്കി എടുക്കണം. കട്ടയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ നല്ല ഒരു ഗ്രേവി ആയിട്ടില്ലേ. ഇപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ചേരുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ജാറ് കഴുകിയ വെള്ളമാണത്, അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട, നല്ല തിക്നെസ്സോട് കൂടി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കുമലയിലും നമുക്കിത്. അപ്പോൾ അതിന് അങ്ങനെ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചും കട്ടിയിലാക്കിയിട്ട് എടുക്കാം നമുക്കിത്. ഇത് ചപ്പാത്തിക്കും ദോശക്കും ഏനും അപ്പത്തിനായാലും ചോറിനായാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒന്ന് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് ഒന്ന് നമുക്ക് തിളക്കാൻ വെക്കണം. അങ്ങനെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിന്. ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ കുമലിട്ട് കൊടുത്തിട്ടാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ കുമലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി എടുത്ത് വരുമ്പോൾ കുമൽ പിന്നെയും കുറഞ്ഞു.
അപ്പോൾ നമുക്കിത് കുമരട്ടിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് വേവിച്ചെടുക്കണമെന്നില്ല. പെട്ടെന്ന് അതിൻ്റെ തൊലിപ്പുറമെല്ലാം എടുത്തില്ല അല്ലേ, എന്നാലും കുറച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായി കുമലെല്ലാം വെന്തിട്ടുണ്ട്, ഗ്രേവിയെല്ലാം നന്നായി കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി, ഇത് ഞാൻ ആഫ്രിക്കൻ മല്ലിയില നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ല, അതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. ഒരു കുമലാണെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു രൂപത്തിലെ കറി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തെല്ലാം ആർക്കും അങ്ങനെയെല്ലാം കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാവരും കിട്ടിയവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും. നല്ല അടിപൊളി കറിയാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.